ചുമ്മാ ഉപ്പുവെള്ളം കലക്കി കുടിച്ചാൽ കഫം ഛർദ്ദിച്ച് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ശ്വാസതടസ്സം ഇല്ലാതെയാകും എന്നുള്ളത് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ കഫം ഉണ്ടാകുന്നത്, അതായത് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന, നമുക്ക് കഫം കെട്ടുണ്ടാക്കുന്ന, നമുക്ക് ചുമ ഉണ്ടാക്കുന്ന ആ ഒരു കഫം ഉണ്ടാകുന്നത് നമ്മുടെ ശ്വാസകോശത്തിലാണ്, ലങ്സിലാണ്. ഞാനൊരു MBBS പഠിച്ച ഡോക്ടറല്ല. അപ്പൊ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സംവാദ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അതിൽ പല വിഷയങ്ങളും അവർ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ സംസാര വിഷയമാക്കാറുണ്ട്, ചർച്ചാ വിഷയമാക്കാറുണ്ട്. അപ്പൊ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു വിഷയം സംവാദം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരെ സംബന്ധിച്ച, സർപ്പയെ സംബന്ധിച്ച വിഷയങ്ങളായിരുന്നു. ഈ പറയുന്ന പാമ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് സർപ്പയുടെ പ്രതിനിധീകരിച്ച്, സർപ്പ എന്ന് പറയുന്ന വനം വകുപ്പിന്റെ സംവിധാനത്തെ പ്രതിനിധീകരിച്ചിരുന്നിരുന്ന ആളുകൾ ഇപ്പോഴും ആ ഒരു പഴയ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 25 കൊല്ലം 30 കൊല്ലത്തെ എക്സ്പീരിയൻസോടുകൂടി പാമ്പ് പിടിക്കുന്ന, വളരെ പ്രാകൃതമായ രീതിയിൽ പാമ്പ് പിടിക്കുന്ന എതിരിൽ നിൽക്കുന്ന ആളുകളും നിങ്ങൾ തമ്മിലുള്ള ഒരു സംവാദത്തിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് എന്താണ് മറുപടി, അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രീയമായ അതിന്റെ തിരിച്ചറിവ് എന്താണ് അതിന് ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ എന്താണ് അത് പറയുന്നത്, ഇതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളതും എന്നാൽ പല കാര്യങ്ങളും നമ്മെ പറയാൻ അനുവദിക്കാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ അതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കുറേ പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് മാത്രം ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നതിലുപരി വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ആ ഒരു എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പാമ്പ് കടിയേറ്റാൽ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ്. ഈ പാമ്പ് കടിയേറ്റാൽ യഥാർത്ഥത്തിൽ എന്താണ് ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് എന്നുള്ള ഒരു സംവാദം, അല്ലെങ്കിൽ ഒരു ചർച്ച ആ ഒരു ഡിബേറ്റിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ വരേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ഹൈലൈറ്റ് ചെയ്തത് എന്തായിരുന്നു? നെഗറ്റീവായിട്ടുള്ള, പാമ്പ് കടിച്ചാൽ, അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് കടിച്ചാൽ ഉപ്പുവെള്ളം, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഉപ്പ് കലക്കി ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അവർ ഇപ്പോഴും പറയുന്നത് ഉപ്പുവെള്ളം കലക്കി കുടിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞതല്ല, അത് ആയുർവേദത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഈ ചാനൽ, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആയുർവേദ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരായിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾ അത്തരത്തിൽ അങ്ങനെ ഒരു പാമ്പ് കടിച്ചാൽ പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് കടിച്ചാൽ പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ഉപ്പ് കലക്കി കുടിക്കുക എന്നുള്ളത് ആയുർവേദത്തിന്റെ പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഞാൻ ഇതിന്റെ ശാസ്ത്രീയ വശത്തിലേക്ക് കിടക്കാം. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാനൊരു MBBS പഠിച്ച ഡോക്ടറല്ല, ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളും അല്ല. ഞാനൊരു സാധാരണ ഒരു സ്നേക്ക് റെസ്ക്യൂവർ ആണ്, അല്ലെങ്കിൽ പാമ്പുകളെ സംരക്ഷിക്കണം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത പൊതുജനങ്ങളിലേക്ക് അവബോധം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഈ സംരക്ഷണം എന്നതിലുപരി സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്, ഒരു സുരക്ഷിതമായ രീതി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞാൻ 2016 മുതൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഞാനത് കൃത്യമായിട്ട് ഞാൻ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. 2020 മുതൽ ഞാൻ സർപ്പയുടെ, അല്ലെങ്കിൽ സർപ്പ എന്ന് പറയുന്ന കേരള വനം വകുപ്പിന്റെ സർപ്പ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അത് ഞാൻ മുന്നേ പറയേണ്ടതായിട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് മാത്രം. ഉപ്പുവെള്ളം കുടിക്കുന്നതിന്റെ ആ ഒരു ശാസ്ത്രീയ വശം, അതായത് ഈ ഉപ്പുവെള്ളം കുടിക്കാൻ പറയുന്ന വ്യക്തികൾ എന്താണ് അത് പറയുന്നത് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപ്പ് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഉപ്പ് കലക്കിയിട്ട് വെള്ളം കുടിക്കുക, അതായത് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ ശ്വാസതടസ്സം ഉണ്ടാവും. ആ ശ്വാസതടസ്സം ഉണ്ടാവുമ്പോൾ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന കഫം പുറത്തേക്ക് ഛർദ്ദിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പുവെള്ളം കുടിക്കുന്നത്. അങ്ങനെ ഛർദ്ദിച്ച് കളഞ്ഞാൽ, കഫം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്, ആ പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് ശ്വാസതടസ്സം മൂലം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതില് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ബിഗ് 4 വെനമസ് സ്നേക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഇന്ത്യയിലെ അപകടകാരിയായിട്ടുള്ള 4 പാമ്പുകളിൽ ഒരു പാമ്പാണ് ഈ പറയുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര, അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത്. ന്യൂറോടോക്സിക് ആയിട്ടുള്ള വനമാണ്. അപ്പൊ ഈ ന്യൂറോടോക്സിക് വനം എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ മസിൽസിനെയൊക്കെ ബാധിക്കുന്ന വിഷമാണ്. അപ്പോൾ ഈ വിഷം ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് വിഷം കലർന്നാൽ ഉണ്ടാകുന്നത് ന്യൂറോ സംബന്ധമായ പാരലിസ് ആണ്. അതായത് നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന, നമ്മുടെ നാഡീവ്യൂഹത്തെ തളർത്തുന്നു. അതുമൂലം നമ്മുടെ മസിൽസിനെ, നമ്മുടെ പേശികളെ
തളർത്തുന്നു എന്നുള്ളതാണ് ഈ മൂർഖൻ പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്നത്. നമുക്ക് മൂർഖൻ പാമ്പ് കടിച്ചാൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ബ്രീത്ത് എടുക്കുന്നു. ആ ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം വികസിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്വാസകോശത്തെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളുണ്ട്. ആ മസിലുകളെ ഈ നാഡീവ്യൂഹം തളരുന്നത് പോലെ ആ മസിലുകളും സ്വാഭാവികമായിട്ടും തളരുന്നു. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശ്വാസകോശം വികസിപ്പിക്കാനോ ചുരുക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതും ശ്വാസതടസ്സത്തിന് ഒരു കാരണമാണ്. അപ്പൊ അതുമൂലമാണ് ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. മൂർഖൻ പാമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ കടിച്ചാലോ, ഐ മീൻ ന്യൂറോടോക്സിക് വിഷം കുത്തിവയ്ക്കുന്ന ഏത് പാമ്പ് കടിച്ചാലും ഉണ്ടാകുന്ന ലക്ഷണമാണ് ഈ മസിലുകളെ തളർത്തുന്നത് മൂലം നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഉപ്പുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, കുറുക്കി നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വൊമിറ്റിംഗ് വരെ നമ്മൾ ശ്രദ്ധിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്താ നമ്മുടെ വയറ്റിൽ നമ്മുടെ അന്നനാളത്തിലൂടെ നമ്മൾ കഴിച്ചിട്ടുള്ള നമ്മുടെ ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ ഉള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ഛർദ്ദിച്ച് പുറത്തേക്ക് പോകും എന്നല്ലാതെ നമ്മൾ ഈ കഫം ഉണ്ടാകുന്നത്, അതായത് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന, നമുക്ക് കഫംകെട്ട് ഉണ്ടാക്കുന്ന, നമുക്ക് ചുമ ഉണ്ടാക്കുന്ന ആ ഒരു കഫം ഉണ്ടാകുന്നത് നമ്മുടെ ശ്വാസകോശത്തിലാണ്, ലങ്സിലാണ്. അപ്പോൾ ഈ മനുഷ്യശരീരത്തിന്റെ ആ ഒരു ബേസിക് അനാട്ടമി പോലും അറിയാതെ ചുമ്മാ ഉപ്പുവെള്ളം കലക്കി കുടിച്ചാൽ നമ്മുടെ പൊക്കിളിന് ചുറ്റും കുമിഞ്ഞുകൂടി കിടക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കഫം ഛർദ്ദിച്ച് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ശ്വാസതടസ്സം ഇല്ലാതെയാകും എന്നുള്ളത് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അത് ഇതിനേക്കാളും കൂടുതൽ വളരെ വിശദമായിട്ട് പറയാൻ കഴിയുന്ന ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട്. പലരും അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡോക്ടർ അവരുടെ ചാനലിൽ ഈ ഒരു ഉപ്പുവെള്ളത്തിന്റെ കഥ എക്സ്പോസ്ഡ് ആയപ്പോൾ, അതായത് ആളിപ്പോൾ പൊതുജനങ്ങളിലേക്ക് പടരുന്നത് കണ്ടപ്പോൾ, അതും ഒരു പാമ്പുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖനായ ഒരു വ്യക്തി ഇത് പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഉപ്പുവെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വെനം ചികിത്സ ലഭ്യമായ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും പറയുന്നത്. ഇനി അങ്ങോട്ടും എല്ലാ ഡോക്ടർമാരും അത് തന്നെ പറയുകയുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടറും ഇന്നവരെ ഈ ഒരു പാമ്പ് കടിയേറ്റാൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടറും ഇന്നവരെ വെള്ളം കലക്കി കുടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഉപ്പുവെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. ആണ് വളരെ പെട്ടെന്ന് ഈ ഉപ്പുവെള്ളം അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക്, നമ്മുടെ ദഹന പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ വളരെ അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, രക്തസമ്മർദ്ദം വളരെ അധികമായി കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ വിഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് എത്തുന്നു. ഗുണത്തെക്കാളേറെ വളരെ ഗുരുതരമായ അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പുവെള്ളത്തിന്റെ ആ ഒരു കാര്യം മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയും അടുത്ത വീഡിയോകളിൽ ഞാൻ ഇതുപോലെ മണ്ടത്തരം പറയുന്ന പല ആളുകൾക്കെതിരെയും ഇനിയും ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിൽ, ഫേസ്ബുക്കിലാണോ അല്ലെങ്കിൽ യൂട്യൂബിലാണോ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ പറയുന്നതിനെതിരെ ശക്തമായിട്ട് ഞാനിവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഡോക്ടർമാർ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തലുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആ തിരുത്തലുകളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു, സൈനിങ് ഓഫ്.